Hey my lovers, welcome back to our channel. Keep it short and sweet. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് തൊട്ട് നമ്മളൊരു കണ്ടിന്യൂ ആയിട്ട് ഇനി ഒരു 7 ദിവസം, അതായത് ഈ ഒരു 1 വീക്ക് വന്നിട്ട് നമ്മളൊരു സ്കിൻ കെയർ ചാലഞ്ച് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇന്ന് ഡേ 1. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡേ 2, ഡേ 3 വന്നിട്ട് ഡേ 7 വരെ നമ്മളൊരു സ്കിൻ കെയർ ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഡേ 1-ൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എങ്ങനെയാണ് ഈസിലി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്കതൊന്ന് കണ്ടാലോ. അതിനു മുമ്പ് എന്താണ് ഈ ബ്ലാക്ക് ഹെഡ്സ് എന്നും വൈറ്റ് ഹെഡ്സ് എന്നും നമ്മൾ അറിയണം. നമ്മുടെ ഫേസിൽ വന്നിട്ട് ധാരാളം ചെറിയ ചെറിയ രോമങ്ങളുണ്ട് അല്ലേ, ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്. അപ്പോൾ ഈ ഹെയർസ് ഇരിക്കുന്ന ആ ഒരു സ്പോട്ടാണ് എന്താണ് ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഹെയർ ഫോളിക്കിനകത്ത്, അതായത് നമ്മുടെ ഈ ഫേസിൽ ധാരാളം ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ഒരു സെബം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെബം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുറത്ത് പോയിട്ട് വരുന്നു, അപ്പോൾ പൊടിയും കാര്യങ്ങളും അഴുക്കും ഒക്കെ ആവുന്നു. അതുപോലെ തന്നെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ എന്താണ് നമ്മുടെ ഈ ഫേസിൽ വന്നിട്ട് ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു അഴുക്ക് നമ്മുടെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോഴ്സിൽ വന്നിട്ട് അകത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡേർട്ട് നമ്മുടെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോഴ്സിൽ വന്നിട്ട് അടിയുന്നു. ഇതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഹെഡ്സ് കുറച്ചൊരു ബംസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും, നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം, പിമ്പിൾസ് ഒരു ടൈപ്പാണ്. അതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഹെഡ്സ് പിന്നീട് എന്താണ് നമ്മുടെ ഈ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഫോം ആവുന്നു, അതായത് കുറച്ചും കൂടി ഒരു തിക്കായിട്ട് അവിടെ സെറ്റിൽഡ് ആവുന്നു. അപ്പോൾ അതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റ് ഹെഡ്സിനേക്കാളും ബ്ലാക്ക് ഹെഡ്സ് വന്നിട്ട് റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ളത്. അതായത് ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒരു വീക്കിലി 2-3 പ്രാവശ്യമെങ്കിലും ചെയ്താലാണ് മാറുള്ളൂ. പക്ഷെ വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. സോ അതാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിട്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോ, ക്രാഫ്റ്റ് വീഡിയോ മുടക്കില്ല. ഈ കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ചും കൂടി നിങ്ങൾ ഏറ്റെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഇന്ന് തൊട്ടൊരു ചലഞ്ചിന് റെഡി ആവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോഫിയുടെ പൗഡർ എടുക്കുക, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ വേണ്ടത് ഹണിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്ക്രബ് പരുവാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹലോ, അപ്പോൾ ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്യാവശ്യമല്ല, നല്ലോണം ഉണ്ട്. ഇവിടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ട്. ഇതെവിടെ ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ നെറ്റിയിലും ഈ കവിളത്തൊക്കെ വരട്ടെ, അത് ഏകദേശം എല്ലാവരുടെയും വരാറുണ്ട്. പക്ഷെ കൂടുതലും ഈ മൂക്കിൻ്റെ സൈഡിലാണ് വരാറുള്ളത്. സോ നമുക്ക് നോക്കാം. ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റീം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ നമുക്ക് ആദ്യം സ്റ്റീം ചെയ്യാം. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തത് നമ്മൾ ഈ നോസിൻ്റെ അവിടെ വയ്ക്കാം. അതിൻ്റെ ചൂടൊന്ന് ആറി വെച്ചാൽ വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പെട്ടെന്ന് റിമൂവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്ക്രബില്ലേ, അത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നോസിൽ. ഈ വലിയ ഗ്രാനൂൾസാണ് പഞ്ചസാര എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അതായത് കുറച്ചൊന്ന്, ഭയങ്കര നൈസ് പൗഡർ പോലെയല്ല, ജസ്റ്റ് ഒന്ന്. അതായത് വലിയ ഗ്രാനൂൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് വലിയ ഗ്രാനൂൾസിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക.
ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മീഡിയം അല്ല ചെറിയ തരിയാണ്. അപ്പോൾ അത് എളുപ്പമാണ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അതൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം ഒരു ട്രിക്കാണ് കേട്ടോ. മീൻസ് എനിക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഈ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നത് ഞാനിതാ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇത് ഞാൻ ചെയ്യുന്നതാണ്. ആരും ഇത് ചെയ്തിട്ട് മുഖവും ഫേസും ഇതൊന്നും കേടുവരുത്തി കളയരുത്. ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു താഴെ ഭാഗമല്ലേ, ഈ ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇപ്പം നമ്മൾ തുടച്ചെടുത്തൊരു വെറ്റ്നെസ് ഉണ്ടാവുമല്ലോ, ഈ ഒരു നനവ്, ഇതോട് കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഞാനതാ എൻ്റെ ഈ ഒരു നോസിൻ്റെ അവിടെയും ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഞാൻ ഒരു വിധം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ് പോകാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താലാണ് പോള്. വൈറ്റ് ഹെഡ്സൊക്കെ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് പോകും. സോ അപ്പോൾ എൻ്റെ ഇവിടെ തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഇത് ഭയങ്കര വർക്കിംഗ് ആണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലവ് യു, ബൈ, സീ യു.